നമ്മുടെ ചുറ്റുവട്ടത്തും പല രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ കൂടുതലും ആളുകൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അവരുടെ കയ്യിലൊരു വസ്തുവുണ്ട് അല്ലെങ്കിൽ അവരുടെ കയ്യിലൊരു വീട് സ്ഥലമുണ്ട്. അപ്പോൾ ഇതൊന്ന് വിറ്റിട്ട് നല്ല വിലയ്ക്ക് വിറ്റിട്ട് ബാക്കി കടങ്ങളൊക്കെ തീർത്ത് സമാധാനമായിട്ട് ഇരിക്കണമെന്ന് പല ആളുകളും വിചാരിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ബാങ്ക് ലോണിൻ്റെ കാര്യം കണ്ടപ്പോൾ തമ്പനിയിൽ കണ്ടപ്പോൾ നിങ്ങളും വിചാരിക്കുന്നുണ്ടാവും, ഓക്കെ എനിക്കും ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് എങ്ങനെയെങ്കിലും വിറ്റ് നല്ല വിലയ്ക്ക് വിറ്റിട്ട് എനിക്കും എൻ്റെ കടങ്ങളൊക്കെ തീർക്കണം, എന്നിട്ട് സ്വസ്ഥമായിട്ടൊരു ചെറിയ വീടും അതുപോലെ തന്നെ കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി സമാധാനമായിട്ട് നിൽക്കണം എന്നെല്ലാവരും വിചാരിക്കുന്നില്ലേ. കാരണം സാധാരണ നമ്മൾ മലയാളികളൊക്കെ ചിന്തിക്കുന്ന കാര്യമാണ്. കാരണം നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കടമെടുക്കും, പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാണ്ടും വരും, പല പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ അത് നമുക്ക് അതിൻ്റെതായ റീസൺസ് ഉണ്ടാകും. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ നമുക്കൊരു ജപ്തി നോട്ടീസ് വന്നു, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനെക്കുറിച്ചല്ലേ, നമ്മളത് എങ്ങനെ തീർക്കണം എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുക. അപ്പോൾ തീർക്കണം തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി വിൽക്കുക, അതിനുശേഷം കടങ്ങൾ തീർക്കുന്നു, ബാക്കി നമ്മുടെ മറ്റാവശ്യങ്ങൾ നമ്മൾ നടത്തുന്നു, സമാധാനമായിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? നമ്മുടെ പ്രോപ്പർട്ടി നല്ല വിലയ്ക്ക് വിൽക്കാൻ സാധിക്കണം. പിന്നെ നമ്മളിവിടെ കണ്ടുവരുന്ന മറ്റൊരു പ്രവണത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾക്കൊരു പ്രോപ്പർട്ടി വിൽക്കണം, അത് അത്യാവശ്യമാണ്. ആ സമയത്ത് പല ആളുകളും അത് മുതലെടുക്കാൻ വേണ്ടി വരും. കാരണം അവർക്ക് എന്താണെങ്കിലും പ്രോപ്പർട്ടി വിൽക്കണം. അപ്പോൾ ചെറിയ പൈസയ്ക്ക് ആ പ്രോപ്പർട്ടി സ്വന്തമാക്കാം, അങ്ങനെ അടിച്ചെടുക്കുക എന്ന് വിചാരിച്ച് നമ്മുടെ ചുറ്റെടുത്ത് പല ആളുകളും കറങ്ങി തിരിഞ്ഞ് നടക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്രൈസിസ് വന്നു, അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും അത് സെയിൽ ചെയ്യണം, നമുക്ക് മണി അത്രയ്ക്ക് അത്യാവശ്യമാണ്, പൈസ കിട്ടിയേ പറ്റൂ, എന്നാലേ നമുക്ക് നെക്സ്റ്റ് ഡേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് വില കുറച്ച് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പ്രോപ്പർട്ടി വിൽക്കും. കാരണം വിൽക്കാൻ നമ്മൾ നിർബന്ധിതരാവാണ്, നമുക്ക് വേറെ വഴിയില്ല. അപ്പോൾ ഇങ്ങനെ ഈ അവസരങ്ങൾ മുതലെടുക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്താണ്? ഇപ്പോൾ നമുക്കറിയുന്ന ഒന്നോ രണ്ടോ ബ്രോക്കർമാരോടായിരിക്കും നമ്മുടെ പ്രോപ്പർട്ടി വിൽക്കാനുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഞാനിപ്പോൾ ജപ്തി നോട്ടീസ് ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, വലിയ അസുഖങ്ങളൊക്കെ വരാം. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്തായിരിക്കും സൊല്യൂഷൻ എന്ന് പറയുന്നത്? പൈസ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് പ്രോപ്പർട്ടി വിൽക്കുക എന്നുള്ളതല്ലാണ്ട് മറ്റു മാർഗ്ഗങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഏത് സിറ്റുവേഷൻ ഏതായിക്കോട്ടെ, എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി വിൽക്കണം. അത് വിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ല വിലയ്ക്ക് വിൽക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ സോൾവ് ആവത്തുള്ളൂ. അത് മാത്രമല്ല, നമ്മുടെ പ്രോപ്പർട്ടിക്ക് നമുക്ക് ബെസ്റ്റ് വില കിട്ടുക എന്ന് പറയുന്നത് ഏതൊരു വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യമല്ലേ. നമ്മുടെ കയ്യിലെ പ്രോപ്പർട്ടി വിൽക്കാൻ പോവുകയാണ്, അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ തീർക്കണം എന്നുണ്ടെങ്കിൽ നല്ല വിലയ്ക്ക് തന്നെ വിറ്റ് പോകണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ് YWIW റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നോ രണ്ടോ ആളടുത്ത് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2-3 പേര് വാങ്ങാൻ വരുമായിരിക്കും കേട്ടോ, ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ചില ആളുകൾ ഒരാളെ പോലും വാങ്ങാൻ കിട്ടാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, ബയ്യേഴ്സിനെ കിട്ടാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ 1-2 പേര് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ മുതലെടുത്തുകൊണ്ട് ചെറിയ എമൗണ്ടേ വില കാണത്തുള്ളൂ. ഇത്ര വിലയ്ക്കാണെങ്കിൽ ഞാൻ എടുക്കാം, ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട, ഇങ്ങനെയായിരിക്കും നിങ്ങൾ കേൾക്കുക. അപ്പം നിങ്ങൾ പേടിച്ചോ, ഓക്കെ അയ്യോ ഇതിപ്പോൾ വിറ്റ് പോയിട്ടില്ലെങ്കിൽ, ആകെയാണ് ഒരാൾ വന്നത്, ആ ആളൊന്നും മേടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ചിലപ്പോൾ കൊച്ചിൻ്റെ കല്യാണത്തിനായിരിക്കാം, എഡ്യൂക്കേഷനായിരിക്കാം, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ വലിയ ഏതെങ്കിലും അസുഖത്തിന് ചികിത്സയ്ക്കായിരിക്കാം, ഇല്ലെങ്കിൽ ജപ്തി നോട്ടീസ് വന്നു, ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും, ഇങ്ങനത്തെ ക്രൈസിസ് ഒക്കെ ആയിരിക്കാം അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? വന്നയാളെ ഒഴിവാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ചെറിയ എമൗണ്ടിനാണെങ്കിലും വിൽക്കും. അപ്പോൾ ആ ഒരു നഷ്ടം, അങ്ങനെ ഒരു നഷ്ടം നിങ്ങൾക്ക് വരാതിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 1-2 ആളുകളടുത്ത് പറയുന്നതിന് പകരം കേരളം മൊത്തം അങ്ങ് പാട്ടാക്കിയാലോ, നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാനുണ്ട് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും കുറേ ബയേഴ്സ് വരുമല്ലേ. അപ്പോൾ ഒരാൾ ബാർഗെയിൻ ചെയ്യാൻ നിൽക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വരുന്ന ആളുകളിൽ നിന്നും നല്ല വില, നിങ്ങളുടെ പ്രോപ്പർട്ടിക്കുള്ള ജെന്യുവിൻ ആയിട്ട് വില തരുന്ന കറക്റ്റ് ആയിട്ടുള്ള ബയ്യറെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് YWIW റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി ഇപ്പോൾ നൽകുന്നത്. അപ്പോൾ ഈ സർവീസ് നൽകുന്നത് നമ്മുടെ YWIW ഗ്രൂപ്പ് ഒറ്റയ്ക്കല്ല, നമ്മുടെ YWIW ഗ്രൂപ്പിൻ്റെ ഒരു വർക്ക് ഫ്രം ഹോം കൂട്ടായ്മ, നമ്മുടെ കേരളത്തിലെ വീട്ടമ്മമാരുടെ ഒരു കൂട്ടായ്മയുണ്ട്, നമ്മുടെ സ്ത്രീകളുടെ കൂട്ടായ്മയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്ത്രീകളുടെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സ്ത്രീകളുണ്ട് അല്ലേ. അമ്മമാരുണ്ടായിരിക്കും, ചേച്ചിമാരുണ്ടാവും, അങ്ങനെ പല രീതിയിലുള്ള നമ്മുടെ വീട്ടമ്മമാരും സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിലേക്കാണ് നമ്മൾ ഈ പരസ്യങ്ങൾ എത്തുന്നത്. അപ്പോൾ ഇവർ വഴിയാണ് മറ്റാളുകളോട് ചെല്ലുക. ഇപ്പോൾ ഒരു വീട്ടിലെ ഒരു സ്ത്രീ അറിഞ്ഞു, അതിനർത്ഥം എന്താ? ആ വീട് മൊത്തത്തിൽ അറിഞ്ഞു അല്ലേ. തീർച്ചയായിട്ടും അവരുടെ ചുറ്റുവട്ടത്തുള്ളവർ അറിയും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാനുണ്ട് എന്നുള്ളത് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലുള്ള വീടുകളിലേക്ക്, ആളുകളിലേക്ക്, പുരുഷന്മാരിലേക്കും സമൂഹത്തിലേക്കും നമ്മൾ എത്തിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രോപ്പർട്ടി നല്ല വിലയ്ക്ക് വാങ്ങാൻ റെഡിയുള്ള ധാരാളം ആളുകളുണ്ട്. പ്രോപ്പർട്ടി അന്വേഷിക്കുന്നവർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്, നമ്മളത് അറിയത്തില്ല എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. അപ്പോൾ അത് നമ്മുടെ പ്രോപ്പർട്ടി വിൽക്കാനുണ്ട് എന്നുള്ളത് നമ്മൾ അറിയിക്കാൻ പോവാണ്, എല്ലാവരെയും അറിയിക്കാൻ പോകുന്നു. അപ്പോൾ അതിൽ നിന്ന് റൈറ്റ് ആയിട്ടുള്ള ആൾ നമ്മുടെ അടുത്തോട്ട് വരും. കറക്റ്റ് ചിലപ്പോൾ കുറേ പേര് വരുമായിരിക്കും, 10, 50, 100 പേര് വരും. അവരൊക്കെ പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി വരും, പലരും പല വില പറയും. അപ്പോൾ അതിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വ്യക്തി, നമുക്ക് നല്ല വില തരുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയെ നോക്കി നമുക്ക് ചൂസ് ചെയ്യാം, നല്ല വിലയ്ക്ക് നമ്മുടെ പ്രോപ്പർട്ടി വിൽക്കാം.
അപ്പോൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി നല്ല വിലയ്ക്ക് വിറ്റ് പോകണം, എൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റിലാവണം, കടങ്ങളൊക്കെ മാറണം, നന്നായിട്ട് സമാധാനത്തിൽ ജീവിക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് YWIW റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി സർവീസ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിലേക്ക് ജസ്റ്റ് വാട്സപ്പിൽ റിയൽ എസ്റ്റേറ്റ് സർവീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം വിൽക്കാനുണ്ട് എന്നൊരു മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. വിളിക്കണമെന്നില്ല, കാരണം നമുക്ക് ഒരുപാട് കോൾ വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് വിളിച്ചാൽ റിപ്ലൈ കിട്ടാൻ ചിലപ്പോൾ ഡിലേ വരാം. പക്ഷേ നിങ്ങൾ വാട്സപ്പിലാണ് കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് റിപ്ലൈ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ തരാവുന്നതാണ്. ഇനി അത് മാത്രമല്ല, ഇവിടെ ഇടനിലക്കാരില്ല, ബ്രോക്കർ ഫീസ് ഇല്ല. ഈ പരസ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓണറാണ്, നിങ്ങൾ ആ പ്രോപ്പർട്ടിയുടെ ഓണറാണ്, നിങ്ങളുടെ നമ്പറാണ് നമ്മൾ പരസ്യത്തിന് വേണ്ടി കൊടുക്കുന്നത്, കമ്പനി നമ്പർ അല്ല. അപ്പോൾ തീർച്ചയായിട്ടും വാങ്ങാനുള്ള വ്യക്തികൾ നിങ്ങളെയാണ് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കേരളം മൊത്തം പരസ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ ചിലവ് ഉണ്ടാവുന്നില്ലേ? അങ്ങനെ ഒന്നുമില്ല, വളരെ തുച്ഛമായ എമൗണ്ടിനാണ് നിങ്ങൾക്ക് സർവീസ് കിട്ടുന്നത്. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ വീട്ടമ്മമാർ നിങ്ങൾക്ക് ഈ സർവീസ് ചെയ്തു തരുമ്പോൾ അവർക്കും കൂടി ഒരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ കമ്പനിയുടെ സർവീസ് YWIW റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിൻ്റെ സർവീസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വരുമാനം ആർക്കാണ് കൊടുക്കുന്നത്? ഈ വീട്ടമ്മമാർക്ക്. നിങ്ങളെ സഹായിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തു തരുന്ന വീട്ടമ്മമാർക്കാണ് നമ്മൾ ഈ വരുമാനം കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് സർവീസ് ലഭിക്കും എന്നത് മാത്രമല്ല, നമ്മുടെ വീട്ടമ്മമാർക്ക് ഒരു വരുമാനം എത്തിക്കാനും കൂടി സാധിക്കും. അതായത് നിങ്ങൾ കമ്പനിയെ സപ്പോർട്ട് ചെയ്ത് കമ്പനിയുടെ സർവീസ് സ്വീകരിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വീട്ടമ്മമാരെയും കൂടിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു പ്രോപ്പർട്ടി, കേരളത്തിൽ നിങ്ങളൊരു പ്രോപ്പർട്ടി വിൽക്കാൻ നോക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും YWIW റിയൽ എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള സർവീസ് ഇവിടുന്ന് ലഭിക്കും. അത് മാത്രമല്ല, നമ്മുടെ വീട്ടമ്മമാരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും കൂടി സാധിക്കും.